സഭയുടെ തീർത്ഥാടന സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. ഉദ്യതനായ ഈശോയുടെ പ്രതീകമായ മാർ തോമസ് ലീഹ ഏറ്റവും മുമ്പിലായി സംവഹിക്കപ്പെടുന്നു. പുരോഹിതനെന്നും ക്രിസ്തുവിന്റെ കുരിശിന്റെ പിന്നാലെയാണ് യാത്രയാകേണ്ടതെന്ന് ഇത് അവനെ ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ പിന്നിലായി സംവഹിക്കപ്പെടുന്ന സുവിശേഷ ഗ്രന്ഥം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുള്ള അവന്റെ കടമയെ സൂചിപ്പിക്കുന്നു. ധൂപകുറ്റി പാപമോചന അധികാരത്തെ അതിൽ നിന്നുയരുന്ന പരിമള ധൂപം പുരോഹിതൻ നയിക്കേണ്ട കറവരുള്ളാത്ത ജീവിതത്തെ വിവക്ഷിക്കുന്നു. അതിന്റെ പുറകിലായി തനിക്ക് മുൻപേ നടന്നു നീങ്ങിയ അനേകം വിശുദ്ധാത്മാക്കളുടെ പ്രതീകമായി എല്ലാ വൈദികരും രണ്ട് ഗണമായി നീങ്ങുന്നു. പ്രത്യക്ഷത്തിന്റെ ഏറ്റവും പിന്നിലായി പുരോഹിതാർത്ഥി തിരുവസ്ത്രങ്ങൾ കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് മാലാഖമാരുടെയും വിശുദ്ധരുടെയും അദൃശ്യ സാന്നിധ്യത്തിൽ മാതാപിതാക്കളുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സമർപ്പിതരുടെയും അകമ്പടിയോടുകൂടെ അനേകരുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം നിർത്തിക്കൊണ്ട് പരിശുദ്ധ മദ്ബഹായിലേക്ക് തിരുപ്പെട്ട ദാനകർമ്മങ്ങളുടെ ആർച്ചഡീകനായ ബഹുമാനപ്പെട്ട പ്രൊഫഷ്യൽ സാജു ചക്കാലക്കിലച്ചൻ, ധർമാരാം ചുണ്ടൽ ബഹുമാനപ്പെട്ട ജോബി തുറക്കിലച്ചൻ, ഡീക്കന്റെ ഫോർമേഷൻ കാലഘട്ടത്തിലെ രക്ഷം ബഹുമാനപ്പെട്ട സാബു പള്ളായച്ചൻ, നവസന്യാസ ഗുരുവച്ചനായ ജോൺസൺ വലിയകൊടുത്തലച്ചൻ, തിയോളജി പഠനകാലത്തെ ശുശ്രൂഷ ചെയ്ത സെന്റ് ചാവള ഈജിപുര ഇടവക വികാരി ബഹുമാനപ്പെട്ട ആന്റണി മൂലപ്പെട്ടം, CMI മുൻ പ്രൊഫഷ്യൽ വിൽസൺ വയലച്ചൻ, ഡിഗ്രി ജെൻസൺ വയനാടത്തച്ചൻ, റീജൻസി കാലഘട്ടത്തിലെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ആൻജോ മാലികുടത്തച്ചൻ, ധർമാറ മുൻ സീനിയർ ട്യൂട്ടറായ ബഹുമാനപ്പെട്ട ആൻജോ വട്ടുകുഴിയച്ചൻ, ഡീക്കൻ മിനിസ്റ്റർ ചെയ്ത തൃശൂർ പുത്തൻപള്ളി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പള്ളിക്കുന്നതച്ചൻ, ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിഹാരിമാരുടെ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ സമർപ്പിത സംഗമമാണ്. ശനിയാഴ്ച ഇടവകയിൽ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെ, അതുപോലെ തന്നെ 4 മുതൽ കൂടുതലുള്ള ദമ്പതികൾ
ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹ ഈ ദാസൻ ജിനോയെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രഖ്യാപനമാണ്. സത്യവിശ്വാസം പ്രസംഗിക്കുവാനും സംരക്ഷിക്കുവാനും പ്രത്യേകം കടമപ്പെട്ടവരാണ് പുരോഹിതർ. ആദിമ നൂറ്റാണ്ട് മുതൽ പുരോഹിതാർത്ഥി ഇപ്പോൾ തന്റെ കത്തോലിക്ക വിശ്വാസം സഭാസമൂഹത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം വിശ്വാസ പ്രബോധനത്തിന്റെ പിന്തുടർച്ചക്കാരായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോട് താൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനോടുള്ള വിധേയത്വം ഏറ്റുപറയുകയും ചെയ്യുന്നു. ജിനോയിക്കാരൻ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ അനുസരിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനമായ അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടു കൂടി വർദ്ധിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പാപഭാരമെല്ലാം മിശിഹ നീക്കിക്കളയട്ടെ. സ്വർഗം തുറന്ന് ആത്മാവ് വർഷിക്കപ്പെടുന്ന പരിപാവനമായ പട്ടം കൊടുക്കൽ കർമ്മത്തിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുർബാന മധ്യേയാണ് തിരുപ്പട്ടദാന ശുശ്രൂഷ നടത്തുക. സമാധാനം ത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനസാക്ഷിയോടും കൂടെ പരിഗണന ചെയ്യുന്നതിനും നീതിയുടെ പ്രവർത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനികൾ തൂക്കിയിടണം. അഹറോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവർ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധുക്കൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും കർത്താവ് നഷ്ടപിടിപ്പിച്ച നീതിയുടെ കൂട്ടുമരങ്ങളിൽ നിർമ്മിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രതികരിക്കപ്പെടുവാനും അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാലിനും വിലാപത്തിന് പകരം സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടുന്നു. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളെ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ചു അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ മുട്ടുകുത്തി അഗാധാചാരം ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ബലഹീനനായ എന്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി ഉണ്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പ്രാപ്തനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് ത്രിത്വൈക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കൈവെപ്പ് പ്രാർത്ഥനകളുടെ സമയത്ത് അഭിമന്യ പിതാവ് യാചനാരൂപത്തിൽ ഇടതുകൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് സഭയുടെ നാമത്തിൽ പുരോഹിതാർത്ഥിക്ക് വേണ്ടി ലൈംഗിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസഞ്ജിനോയെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം രോഗിയുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മതമായി ശുശ്രൂഷിക്കുന്നതിന് കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും സഭയിൽ പുരോഹിതനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. നിത്യപുരോഹിതനായ യേശുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന നവവൈദികനെ അഭിമന്യ പിതാവ് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി വ്യാപരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നവവൈദികന്റെ പ്രത്യേക കടമയുടെ പ്രതീകമാണ് ഈ തിരുവസ്ത്രങ്ങൾ. ഭൂമിയിലെ ജീവിതകാലം മുഴുവൻ നന്മല്യത്തോടും കൃഷ്ണതയോടും വിശുദ്ധിയോടും കൂടി പുരോഹിതന്റെ ജീവിത നിയമവും ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് നവവൈദികന് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിൽ ഈശ്വരന്റെ ശക്തിയല്ലോ. ഈശ്വരന്റെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രിമാരും ബിഷപ്പുമാരും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ഈ ഫോട്ടോയ്ക്ക് ശേഷം നവാഭിഷിക്തനും അഭിമന്യ പിതാവും മറ്റെല്ലാ സഹകാർമ്മികരും വൈദികരോടൊപ്പം
ഹാള് ഓൾറെഡി നിറഞ്ഞു. പള്ളി കഴിഞ്ഞതിൽ കണ്ടോ എന്തോരം ലോകമുള്ള മഴ